ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഒരു ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കോട്ടയത്ത് വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നു. അവിടെ പങ്കെടുത്ത ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്റെ പേര് ഷീബ, ഞാൻ തിരുവഞ്ചൂരിൽ നിന്ന് വരുന്നു. എവിടെന്നാ വരുന്നത്? തിരുവഞ്ചൂരിൽ. എന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായപ്പോൾ ഞാൻ ഗർഭിണിയായി. 6-ാം മാസത്തിൽ അബോർഷനായി പോയി. ഡോക്ടർ പറഞ്ഞു യൂട്രസിന്റെ കട്ടികുറവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇനിയും കുട്ടികളുണ്ടായാൽ അത് തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. കുട്ടികൾ ഉണ്ടാകുന്നേ ഇല്ല. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ഞാൻ 2010 കോട്ടയം നാഗമ്പടത്ത് വെച്ച് അഭിഷേകാഗ്നി കൺവെൻഷൻ കോട്ടയത്ത് വന്നപ്പോൾ അവിടെ കൂടി. ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാണെങ്കിൽ അടുത്ത വർഷം അഭിഷേകാഗ്നിയിൽ ഇവിടെ വന്ന കുഞ്ഞുമായിട്ട് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ചേച്ചിക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായി. അവന് 9 വയസ്സായിട്ടും രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ചേച്ചിക്കും രണ്ടാമതൊരു ആൺകുഞ്ഞിനെ കൂടി നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷ അനേകം കുടുംബങ്ങളുടെയും ജീവിതങ്ങളുടെയും കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷയാണ്. അതിനൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓരോ വീട്ടിലും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ കർത്താവ് നിയോഗിച്ചാക്കിയ എല്ലാ ദൈവമക്കളും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും ഇനി കൂട്ടത്തിലേക്ക് കൂട്ടാനുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ കൂട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഒരുമിച്ച് കർത്താവിൻ്റെ ഒരു അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമേ, ജീവിതങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ വരുന്നൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എളിയദാസന്മാരായ ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൂതന്മാരെ അയക്കണം. മുഖ്യദൂതന്മാരുടെ സഹായം വേണം. കാവൽ ദൂതഗണങ്ങളെ ഉണർത്തണം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, സ്വർഗത്തിൽ നിന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. ഒരുമിച്ച് ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ. പാടി ആരാധിക്കുന്നു. കണ്ടു ഞങ്ങൾ ആർത്തുവിളിക്കേ. അടിച്ച് അത്ഭുതങ്ങൾ കണ്ടിടുവാനാ കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തുവിളിക്കേ. കണ്ടിരുപ്പും ദൈവവേല നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകൾ നൽകിയിടണമേ ഈശോ. ഞങ്ങൾക്ക് വേണ്ടി പിതാവേ, സ്വർഗം തുറക്കണമേ. മുഖ്യദൂതന്മാരുടെ അത്ഭുതകരമായ ഒരു പടപൊരുതൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന മുഖ്യദൂതന്മാരുടെ ഇടപെടൽ ഞങ്ങൾ നൽകണമേ കർത്താവേ. എല്ലാ ദൈവമക്കളും പാടി പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുന്നു. മുഖ്യദൂതാവികായേലേ യുദ്ധം ചെയ്തിടണേ. സാത്താൻ തകർത്തിടുവാനാ ഒരു ഗണമേ എന്നും. ഒരുമിച്ച് സ്വരമുയർത്തി യുദ്ധം ചെയ്തിടണേ. സാത്താൻ തകർത്തിടുവാനാ ഒരു ഗണമേ എന്നും. എന്റെ കാവൽ പാരാകെ ഉണർന്നെഴുന്നേറ്റു. സംരക്ഷണത്തി കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്റെ കാവൽ പാരാ
വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കർത്താവേ, ഗബ്രിയേൽ ദൂതനെ കുറിച്ച് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഈ ശുശ്രൂഷയുടെ സമയത്ത് സ്വർഗരാജ്യത്തിന് അരുളപ്പാടുകൾ നൽകാൻ മുഖ്യ ദൂതന ഗബ്രിയേലിനെ അയക്കണമേ. ഉറങ്ങിക്കിടക്കുന്നതിന് ഉണർത്തുന്ന ദൂതനെ അയക്കണമേ. ദാനങ്ങൾ നൽകുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പകർന്നു കൊടുക്കുന്ന മുഖ്യ ദൂതന്മാരുടെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് ഇന്ന് വർഷിക്കണമേ. സ്വർഗദൂതാ ഗബ്രിയേലേ, ദൂതമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. സ്വർഗദൂതാ ഗബ്രിയേലേ, ദൂതമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. ഉയർത്തിയടിക്കുന്നു കുടുംബത്തെ തകർത്തും ചിന്തകൾ മാറ്റാൻ യുദ്ധം ചെയ്തിടണേ. വിശുദ്ധരാപേ മാലാകെ കടന്നു വന്നിടണേ. കുടുംബത്തെ തകർത്തും ചിന്തകൾ മാറ്റാൻ യുദ്ധം ചെയ്യണമേ. യുദ്ധം ചെയ്യണമേ. ഉയർത്തിയടിച്ച് ദൈവവേല നൽകിയിടണമേ. നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കത്തിരുപ്പും കർത്താവേ, ദൈവവേല നൽകിയിടണമേ. ദൂതന്മാരുടെ അകപ്പടി, ദൂതന്മാരുടെ ശുശ്രൂഷ, ദൂതന്മാരുടെ ഇടപെടൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നൽകണമേ. ഓ, രാജ്യത്തിന്റെ ശുശ്രൂഷകന്മാർ വ്യാപരിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ ദൂതന്മാർ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും അതരം തുറന്ന് എത്രമാത്രം ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ അത്രയും ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ക്രോവേൻ മാലാഖമാരോട് ചേർന്ന്, സ്രാഫേൻ മാലാഖമാരുടെ വൃന്ദങ്ങളോട് ചേർന്ന്, ദൈവാരാധനയിൽ മുഴുകിയിരിക്കുന്ന ദൂതഗണങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, രാജ്യത്തിന്റെ ദൂതന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. എല്ലാ വിശുദ്ധ അരുവികളോട് ചേർന്ന് ആരാധിക്കുന്നു. കർത്താവേ, ആരാധന മഹത്വം അങ്ങേക്ക്, സ്തുതികൾ അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. കസേരകളിലേക്ക് നമുക്ക് ഇരിക്കാം. ഈ സമയം ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇതേപോലെ വചനങ്ങൾക്ക് ടെലിവിഷനിലൂടെയും ദേശത്തുള്ള കൺവെൻഷനുകളിലൊക്കെ പങ്കുചേരുമ്പോൾ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടും. ഞാൻ പുൽപ്പള്ളി വയനാട്ടിൽ നിന്ന് വന്നു. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് അതിരമ്പുഴയിൽ കൺവെൻഷൻ, അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ട് നമ്മുടെ ചേട്ടൻ എത്തിച്ച വയനാട്ടിലെ പുൽപ്പള്ളി. എന്ന് പറഞ്ഞോ. ഞാൻ നടുവേദനയായിരുന്നു. കുറേ നാൾ 10 ആശുപത്രി മറ്റു ചെയ്തിട്ട് കുറവില്ലായിരുന്നു. നടുവേദന ജോലിക്കൊക്കെ പോകാൻ തടസ്സമുണ്ടായിരുന്നോ? നടുവേദന നടക്കാൻ പറ്റുമോ? കൈകുത്തി നടന്നുകൊണ്ടിരുന്ന മുട്ടയിൽ കൈയും കുത്തി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ കഠിനമായ നടുവേദന അനുഭവിച്ചിരുന്ന സഹോദരനാണ് ഈ തോമസ് ചേട്ടൻ. മെഡിക്കൽ കോളേജിൽ ഒന്നും ചെയ്യാനെന്ന് പറഞ്ഞു വിട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കല്ലാതെ വഴിയില്ലെന്ന് പറഞ്ഞ് ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് എല്ലാം മടക്കി അയച്ച് അങ്ങനെ മുട്ടയിലും കൈ പിടിച്ച് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നിട്ട് പുൽപ്പള്ളി പട്ടായ അച്ഛന്റെ ധ്യാനം ഉണ്ടായിരുന്നു, കൺവെൻഷൻ ഉണ്ടായിരുന്നു. പുൽപ്പള്ളി പുൽപ്പള്ളി ടൗണിൽ തന്നെ ഒരു നല്ല പള്ളിയുണ്ട്, തിരുഹൃദയ പള്ളി. അവിടെ ഒരു കൺവെൻഷനും, ചെറിയ സ്ഥലമാണെങ്കിലും 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്ത് വലിയൊരു കൺവെൻഷൻ. എന്നിട്ട് പ്രാർത്ഥിച്ചപ്പോൾ
അച്ഛൻ തലയ്ക്ക് പിടിച്ചു പ്രാർത്ഥിച്ചു. അതോടുകൂടി എനിക്ക് കുറവുണ്ടായി. അതോടുകൂടി ശരീരത്തിന് ആ നടുവേദന കുറഞ്ഞു. എന്നിട്ട് പിന്നെ അതിനുശേഷം എപ്പോഴൊക്കെ നടക്കാൻ നേരെ നടക്കാല്ലേ? എല്ലാ ജോലികളും ഇപ്പം ചെയ്യാം. പിന്നെ കൈ കുത്തിട്ട് വന്നില്ല, വടി പിടിക്കേണ്ടി വന്നില്ല, നേരെ നടക്കുന്നത്. ഇപ്പൊ നമ്മളെ മുമ്പിൽ നടന്ന് വളർന്നു. ആ ഒരു വേദനയുടെ കാഠിന്യം അത്ര ഉണ്ടായിരുന്നുകൊണ്ട് വയനാട്ടിൽ നിന്ന് അഭിഷേകത്തിന് കൺവെൻഷൻ എവിടെയാന്ന് അന്വേഷിച്ചത് ഇവിടെ എത്തിച്ചേട്ടൻ തോമസ് ചേട്ടൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് അദൃശ്യ ലോകം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൃശ്യ ലോകം പോലെ തന്നെ യഥാർത്ഥമാണ് അദൃശ്യ ലോകം. ദൃശ്യലോകം പോലെ ഒരു അദൃശ്യ ലോകവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ ദൃശ്യ ലോകത്തിൽ ഇതിന്റെ ഭരണാധികാരികളും ഇതിന്റെ സൈനിക നിരകൾ ഉള്ളതുപോലെ അദൃശ്യ ലോകത്തിനും അതിൻ്റെതായ ഭരണാധികാരികളും അതിൻ്റെതായ സൈന്യ നിരകൾ ഉണ്ട്. ആ അദൃശ്യ ലോകത്തിന്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പ്രധാന അധിപതിയാണ്, സർവാധിപതിയാണ് പിതാവായ ദൈവം, മഹത്വപൂർണനായ നമ്മുടെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ പുത്രനായ യേശു, പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം. അതുപോലെ വിശുദ്ധ ലിഖിതം നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് കർത്താവിന്റെ സൈന്യങ്ങൾ. കർത്താവിനെ കുറിച്ച് വിളിക്കുന്നത് സൈന്യങ്ങളുടെ രാജാവായ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഒരു അദൃശ്യ ലോകം, ദൂതന്മാരുടെ സൈന്യ നിരകളുടെ ഒരു അദൃശ്യ ലോകമുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 53-ാം തിരുലിഖിതം, യേശുവിനെ ആ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പടയാളികൾ പിടികൂടുകയും യേശുക്രിസ്തുവിനെ പല വിധത്തിൽ അപമാനിക്കുകയും ചെയ്തപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ചിലർ വാളൂരി വെട്ടാനൊക്കെ തുടങ്ങി. ആ സമയത്ത് അവരെ ശാസിച്ചുകൊണ്ട്, അവരെ തടഞ്ഞുകൊണ്ട് യേശു പറയുകയാണ്, എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി തൻ്റെ 12-ലേറെ വ്യൂഹമാലാകമാരെ അയക്കുകയില്ല എന്നും നീ കരുതുന്നുവോ? യേശുക്രിസ്തുവിന് ഈ അദൃശ്യ ലോകത്തെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പറയാണ്, ഈ ക്ഷണം എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞാൽ എൻ്റെ പിതാവ് ദൈവരാജ്യത്തിന് ദൈവദൂതന്മാരുടെ വ്യൂഹങ്ങൾ അയച്ച് ഇതെല്ലാം ക്ഷണനേരം കൊണ്ട് നേരെയാക്കാൻ എൻ്റെ പിതാവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മത്തായി 26:53, എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തന്നെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ല എന്നും നീ വിചാരിക്കുന്നുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പല ക്രിസ്തീയ മക്കൾക്കും ദൈവദൂതന്മാരെ കുറിച്ച് ഒരു പരിജ്ഞാനമില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഈ മതബോധന ഗ്രന്ഥത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തിരുസഭ തൻ്റെ മക്കളെ ക്രമാനുഗതമായി പഠിപ്പിക്കുന്നുണ്ട്. അദൃശ്യ ലോകത്തിലെ ഒരു പ്രധാന ഘടകമായ മാലാഖമാരുടെ അസ്തിത്വത്തെക്കുറിച്ചാണ് ഇവിടെ 328-ാമത്തെ ഖണ്ഡിക മുതൽ 336-ാമത്തെ ഖണ്ഡിക വരെ പ്രതിപാദിപ്പിക്കപ്പെടുന്നത്. അതിൽ മാലാഖമാരുടെ അസ്തിത്വത്തെക്കുറിച്ച് 328-ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്: മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യമാണ്. ഈ കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യവും പാരമ്പര്യത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായവും ഒരുപോലെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അരൂപികളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തത്, നമുക്ക് സ്പർശിക്കാൻ പറ്റാത്തത്, അരൂപികളുടെ ഒരു ലോകം 330-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മാലാഖമാർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉള്ളവരാണ്. എന്ന് പറഞ്ഞാൽ അവർ അശരീരികളാണ്, അവർക്ക് ശരീരമില്ല, അവർക്ക് സഞ്ചരിക്കാൻ മീഡിയംസ് ഒന്നും വേണ്ട. പക്ഷേ ഈ മാലാഖമാർ ബുദ്ധിശക്തി കൊണ്ട് പൂർണ്ണത നിറഞ്ഞവരാണ്, ബുദ്ധിശക്തിയുടെ പൂർണ്ണതയിൽ നിൽക്കുന്നവരാണ്.
ഇച്ഛാശക്തി ഉള്ളവരാണ് ഈ മാലാഖമാർ. വ്യക്തിത്വമുള്ളവരും അമർത്യരുമായ സൃഷ്ടികളാണ് ഈ മാലാഖമാർ. അവർക്ക് പേഴ്സണാലിറ്റി, വ്യക്തിത്വമുണ്ട്, അവർക്ക് മരണമില്ല. അവരുടെ മഹത്വത്തിന്റെ പ്രഭ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഗുണപൂർണതയിൽ അവർ എല്ലാ സൃഷ്ടികളെയും അതിശയിക്കുന്നവരാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വളരെ പ്രഭാപൂർണമായ അസ്തിത്വമാണ് മാലാഖമാരുടെ അസ്തിത്വം. ദൈവവും ദൈവത്തിന്റെ മക്കളും അങ്ങനെ സ്വർഗവാസികളുടെ ആ നില കഴിഞ്ഞാൽ അടുത്തത് സൃഷ്ടികളിൽ അല്ലെങ്കിൽ സൃഷ്ടികളെക്കാൾ എല്ലാം അതിശയിക്കുന്ന പ്രഭാപൂർണമായ ഒരു കാര്യമാണ്, ഒരു സ്ഥിതിയാണ് മാലാഖമാർക്കുള്ളത്. അവർ അദൃശ്യമായ എല്ലാ സൃഷ്ടികളെയും അതിശയിക്കുന്നവരാണ്. അവരുടെ മഹത്വത്തിന്റെ പ്രഭ ഇത് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മാലാഖമാർ ഉണ്ടെന്നും മാലാഖമാരെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ വിശ്വാസ സത്യത്തിന്റെ ഭാഗമാണെന്നും വിശുദ്ധ ലിഖിതത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. 336 ഖണ്ഡികയിൽ വിശുദ്ധ ബേസിലിന്റെ ഉപദേശം സഭ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ വിശ്വാസിയുടെയും സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്നതുപോലെ സംരക്ഷകനായി ഒരു മാലാഖ ഉണ്ട് എന്നത് ആരും നിഷേധിക്കാതിരിക്കട്ടെ. ഓരോ വിശ്വാസിയുടെ സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്നതുപോലെ സംരക്ഷകനായി ഒരു മാലാഖ ഉണ്ട് എന്നത് ആരും നിഷേധിക്കാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ അടുത്ത് ഒരു മാലാഖയുടെ സാന്നിധ്യമുണ്ട്. ഓരോ വ്യക്തിക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന മാലാഖയുണ്ട്. ഓരോ സ്ഥാപനത്തിന് വേണ്ടി കാവൽ മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലും ദൈവത്തിന്റെ ദൂതന്മാരും മനുഷ്യരും തമ്മിലുള്ള ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനവും വിശുദ്ധ ലിഖിതം അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. യുവജന മതബോധന ഗ്രന്ഥം എന്ന പുസ്തകത്തിൽ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. മനുഷ്യർക്കും മാലാഖമാർക്കും ഒരുമിച്ച് സഹവർത്തികളായി, കോവർക്കേഴ്സായി വർക്ക് ചെയ്യാൻ, പ്രവർത്തിക്കാൻ പറ്റുമെന്ന് യുവജന മതബോധന ഗ്രന്ഥത്തിൽ ബെനഡിക്ട് പാപ്പ വെളിപ്പെടുത്തുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം 53-ാമത്തെ വാക്യം, അവിടെ ദൈവത്തിന്റെ വചനത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ഈ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാൻ 12-ലേറെ വ്യൂഹം മാലാഖമാരെ എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് അയച്ചു തരുമെന്ന് എനിക്കറിയാം. കർത്താവ് യേശു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നമ്മുടെ കോവർക്കേഴ്സായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ മാലാഖമാർക്ക് കഴിയും. ഉറക്കെ പറയാ ഹല്ലേലൂയ. കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ മാലാഖയ്ക്ക് കഴിയും. ദൈവത്തിന് മാലാഖമാർ അയക്കാൻ പറ്റും, മാലാഖമാർക്ക് പ്രവർത്തിക്കാൻ പറ്റും, അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും, അവർക്ക് നമുക്ക് വേണ്ടി മുമ്പേ നടക്കാൻ പറ്റും. ഹല്ലേലൂയ. ഉറക്കെ പറയാ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 12-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ, പത്രോസ് അപ്പോസ്തലനെ പിടിച്ചുകെട്ടി കാരാഗൃഹത്തിൽ പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ തളർന്നുറങ്ങുന്ന പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കടക്കുകയാണ്. 12-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹേറോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറി ആകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്കൊരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്ത് കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണബോധം വന്നത്.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരു ഞെരുക്കത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ട് പ്രവർത്തിച്ച്, ദൈവം നേരിട്ട് പ്രവർത്തിക്കും, യേശുവിന്റെ നാമം പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതുപോലെ തന്നെയുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് ദൈവദൂതന്മാർ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് വേഗം എഴുന്നേൽക്കാം. കൊച്ചു തോബിയാസ് ഋഗ്വേലിന്റെ എതിരായിട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ സാറ എന്ന അവരുടെ മകൾ, അവൾ വലിയ പൈശാചിക പേടയിൽ ദാമ്പത്യ ജീവൻ തകർന്നിരിക്കുകയാണ്. ഈ കൊച്ചു തോബിയാസിനോട് സഹയാത്രികനായി റാഫേൽ മാലാഖയെ സ്വർഗത്തിൽ നിന്ന് അയച്ചു. ഈ റാഫേൽ മാലാഖ ഇടപെടൽ വഴി ആ ഋഗ്വേലിന്റെ എതിരായിട്ട് കുടുംബത്തിലെ നിത്യ ദുഃഖം അത് നീക്കപ്പെട്ടു. സാറായുടെ ദാമ്പത്യ ജീവിത തടസ്സങ്ങൾ മാറി, അന്ധകാര പീഡകൾ വിട്ടുപോയി, ആ കുടുംബം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകത്തിൽ നാം ഇത് വായിക്കുന്നുണ്ടല്ലോ. ഇന്നും ദൂതന്മാരോട് നമ്മൾ ഇടപെട്ടാൽ അവരുടെ പ്രവർത്തനങ്ങളും സഹായവും നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ പറ്റും. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഓരോ അവസ്ഥകളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മുഖ്യ ദൂതന്മാരുടെ ഇടപെടലുണ്ടാകട്ടെ. കുടുംബത്തിനെതിരെയുള്ള പൈശാചിക പീഡകൾ, കുടുംബത്തിലെ പല അനൈക്യങ്ങൾ, കുടുംബത്തിലെ ദാമ്പത്യ പരാജയം, ഭാര്യ ഭർത്താവ് നമ്മൾ കലഹം, വിവാഹ മോചനത്തിന് വക്കുവരുത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ, ബിസിനസ് തകർച്ചകള്, കൃഷി നാശങ്ങള്, വളർത്തുമൃഗങ്ങളുടെ കേടുകള്, ഓരോ തരത്തിലുള്ള അവസ്ഥകളിൽ സാമ്പത്തിക തകരുന്ന അവസ്ഥ, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, കഠിനമായ മദ്യപാനം, ചൂതാട്ടം, ചീട്ടുകളി, ചിന്തിക്കാൻ പറ്റാത്ത വിധം തകർച്ചയും പീഡകളും പീഡനങ്ങളും കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ദൂതന്മാരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവദൂതന്മാർ ഇറങ്ങും, ദൈവദൂതന്മാർ പ്രവർത്തിക്കും, വിടുതൽ ഉണ്ടാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ ദൈവദൂതന്മാരുടെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, ഗ്ലോറി. മുഖ്യദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. അത്ഭുത ശക്തി തകർത്തിടുവാനാ പൊരുതണമേ എന്നും. കരങ്ങളടിച്ച് ദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. ഉണർവോടെ തകർത്തിടുവാനാ പൊരുതണമേ എന്നും. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്റെ കാവൽ മാലാഖേ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. കാവൽ നിൽക്കണമേ. കരങ്ങൾ ഉയർത്തി കൈയടിക്കുന്നു. ദൈവവേല നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകൾ നൽകിയിടണമേ ഈശോ. കണ്ണിരപ്പും ദൈവവേല നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകൾ നൽകിയിടണമേ ഈശോ. നൽകിയിടണമേ ഈശോ. നൽകിയിടണമേ ഈശോ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. സഹായം ആഗ്രഹിക്കുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ദുഃഖത്തിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തകർച്ചയിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹമോചനത്തിന് വക്കത്തെത്തിരിക്കുന്നതിൽ സമർപ്പിക്കുന്നു. കുട്ടികളുടെ പഠനത്തിന് തടസ്സങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും തകർച്ചകളെ സമർപ്പിക്കുന്നു. ഈ കുടുംബങ്ങൾക്ക് ദൂതന്മാരെ അയക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളെ രക്ഷിക്കുന്ന ദൂതന്മാരെ അയക്കണമേ. സൗഖ്യം നൽകുന്ന ദൂതന്മാരെ അയക്കണമേ. കുടുംബ ജീവിതത്തെ പടുത്തുയർത്ത ദൂതന്മാരെ അയക്കണമേ. പൈശാചികൾ ആട്ടിപ്പാക്കി ദൂതന്മാരെ അയക്കണമേ. എല്ലാ അന്ധകാരങ്ങളും വെട്ടിയോടിക്കുന്ന ദൂതന്മാരെ അയക്കണമേ. മിഖായേലും ദൂതഗണങ്ങളും പുറപ്പെട്ടു വരട്ടെ. ഓരോ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകുന്ന ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഓരോ കുടുംബങ്ങളും രക്ഷിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.
ചൊല്ലാത്ത ആത്മാവിൻ നൊമ്പരം നിന്നോടു ചൊല്ലിടുന്നു യേശുവേ ഞാൻ, നിന്നോടു ചൊല്ലിടുന്നു യേശുവേ. ആരാരും കാണാത്ത കണ്ണുനീർ തുള്ളികൾ തിരുമുൻപിൽ തൂകിടുന്നു യേശുവേ ഞാൻ, തിരുമുൻപിൽ തൂകിടുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു കർത്താവ് സജീവനായി എഴുന്നള്ളിരിക്കുന്ന ഈ സമയം ഹൃദയം നുറുങ്ങി ആരെല്ലാം ദൈവത്തെ വിളിക്കുന്നുവോ അവരുടെ എല്ലാ അരികിലും യേശുവിൻ്റെ അത്ഭുതമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായം 25-ാം തിരുലിഖിതം, വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തമായും നിർമ്മലനോട് നിർമ്മലമായും നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും അവിടുന്ന് ഇടപെടുന്നു. ഈ സമയം 2 കരങ്ങൾ ഉയർത്തി എത്രമാത്രം നിഷ്കളങ്കതയോടെ യേശുവിനെ വിളിക്കാമോ അത്രമാത്രം ഹൃദയത്തുറവിയോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ 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 യേശുവിനെ വിളിക്കുന്നു. കുട്ടികളെ മുതിർന്നവർ യേശുവിനെ വിളിക്കുന്നു, കുടുംബങ്ങൾ യേശുവിനെ വിളിക്കുന്നു, മനസ്സ് തുറന്ന് വിളിക്കുന്നു. യേശുവേ 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 നീ സർവം മറന്നെന്നെ സ്വീകരിച്ചു. ആരോടും ചൊല്ലാത്ത ആത്മാവിൻ നൊമ്പരം നിന്നോടു ചൊല്ലിടുന്നു